ചന്ദനമഴ എന്ന സീരിയൽ അവസാനിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഊർമിള ദേവി എന്ന കഥാപാത്രത്തെ ജനം ഇനിയും മറന്നിട്ടില്ല. വളരെയധികം ജനപ്രീതി ഈ കഥാപാത്രത്തിലൂടെ നടി രൂപയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം ചന്ദനമഴയിലെ പല സീനുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറി. ഇത് ഇവരിലേക്ക് ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു. ഇപ്പോഴത്തെ തന്നെക്കുറിച്ചും സീരിയൽ രംഗത്തെക്കുറിച്ചും പുതിയ അഭിമുഖത്തിൽ രൂപശ്രീ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടി രംഗത്ത് വന്നത്. ഒറിജിനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഈ കാര്യം തുറന്നു പറഞ്ഞത്. ഞാൻ പൊതുവെ സോഫ്റ്റായ ഒരു ക്യാരക്ടറാണ്. കണ്ടാൽ പേടിക്കുമെന്ന് ആളുകൾ പറയും. അങ്ങനെ ഒരാളുമല്ല. ആരാധകരായ അമ്മമാർ എന്നെ കണ്ടാൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും, ഫോട്ടോ എടുക്കും. അങ്ങനെ ഒരു സ്നേഹം ലഭിച്ചത് അനുഗ്രഹം തന്നെയാണ്. അതെല്ലാവർക്കും കിട്ടില്ല. TV മീഡിയ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അടുത്തിടെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെയാണ് എല്ലാവർക്കും തോന്നുക. 10 മണിക്ക് അവസാനത്തെ ഷോട്ടിന് ഡ്രസ് ചേഞ്ച് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരും. ഒറ്റ സീനാണ് മാഡം, പ്ലീസ് മാഡം ഡ്രസ് ചേഞ്ച് ചെയ്തെന്ന് പറയും മാഡം. എല്ലാ ദിവസവും ഓക്കെ, പക്ഷെ എനിക്ക് സുഖമില്ലാത്ത ദിവസമാണെങ്കിൽ ഭയങ്കരമായി ദേഷ്യം വരും. ഡ്രസ് കൂട്ടും, ആഭരണം എല്ലാം തന്നെ മാറ്റണം. 2 മിനിറ്റ് അല്ല എന്നവർ പറയും, പക്ഷെ 2 മിനിറ്റ് കൊണ്ട് ഒന്നും നടക്കില്ല. സീരിയലുകളിൽ ഡ്രസ്സ് സ്വന്തമായി വാങ്ങണം. എനിക്ക് സ്പോൺസർമാരും ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം എന്റെ സ്വന്തം വസ്ത്രങ്ങൾ തന്നെയാണ്. ജ്വല്ലറികളും ഞാൻ തന്നെയാണ് വാങ്ങുന്നത്. എനിക്ക് മലയാളം ആർട്ടിസ്റ്റുകളാണ് കൂടുതൽ ഇഷ്ടം. തമിഴ് സിനിമകൾ പോലും കാണാറില്ല. സമയം കിട്ടുമ്പോൾ മലയാളം സിനിമകൾ കാണും. ഒഴിവ് സമയം കിട്ടിയാൽ വീട്ടിലിരിക്കാനാണ് എനിക്കിഷ്ടം. സോഷ്യൽ മീഡിയ അധികം ഉപയോഗിക്കാറുമില്ല. പൊതുവെ ചന്ദ്രമണിക്ക് പോലെ വലിയ ആഭരണം ഉപയോഗിക്കുന്ന ആളല്ല ഞാൻ. കഥാപാത്രത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ സെറ്റ് ചെയ്തതെന്നും രൂപശ്രീ പറയുന്നു. നിങ്ങൾക്ക് ചന്ദ്രമഴയിലെ ആ ഒരു കഥാപാത്രത്തെ, ഊർമിള എന്ന കഥാപാത്രത്തെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. ഒരുപാട് പേർ ഊർമിള ദേവിയുടെ ആരാധകരായി മാറിയത് വളരെയധികം നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇപ്പോഴും ആ ഒരു കഥാപാത്രം ആരാധകരുടെ മനസ്സിൽ വലിയ രൂപത്തിൽ തന്നെ തങ്ങി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു കഥാപാത്രത്തെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.